ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ എൻ്റെ ഡാൻസ് ക്ലാസ്സിന് റീജോയിൻ ചെയ്യാൻ പോവാണ് കേട്ടോ വീണ്ടും. അതായത് ഞാനൊരു 3 വയസ്സ് തൊട്ട് ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്, ഒരു 9th സ്റ്റാൻഡേർഡ് വരെ. അതായത് എന്താ കണ്ടിന്യൂസ് ആയിട്ടല്ല, അരങ്ങേറ്റം കഴിഞ്ഞിട്ടില്ല. അതിനുള്ളൊരു ഭാഗ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി ജോയിൻ ചെയ്യും, പിന്നെ അവർ നിർത്തി പോയപ്പോൾ സാറുമാരാണെങ്കിൽ അവർ കല്യാണം കഴിച്ച് പോവും, ടീച്ചർമാരാണെങ്കിൽ അവർ പ്രഗ്നൻ്റ് ആയിട്ട് പോവും. അങ്ങനെ ഓരോരോ ഇതായിട്ട് അങ്ങനെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് അരങ്ങേറ്റം നടത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പം നോക്കിയപ്പോൾ എനിക്ക് സൺഡേസ് ലീവാണ്. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒത്തു വന്നപ്പോൾ പെട്ടെന്നൊരു ഒറ്റ മൈൻഡ് തോന്നിയിട്ട് എല്ലാം പോവാം എന്നൊരു മൈൻഡ്. കുറച്ച് നാളായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് പ്ലാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാംഗ്ലൂരായിരുന്നപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ട് ഡാൻസിന് എന്തായാലും റീജോയിൻ ചെയ്യണമെന്ന്. അപ്പം അങ്ങനെ ആ ഒരു ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തൊട്ട് ഞങ്ങൾ പോവാണ്. 2-3 ആഴ്ച മുമ്പേ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അതായത് ഡാൻസ് ടീച്ചറെ വിളിച്ച് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞങ്ങൾ ആ ഒരു സൺഡേ തൊട്ട് വരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ സൺഡേ ചില കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല. അതേമാതിരി കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ എക്സിബിഷനൊക്കെ കാണാൻ പോയിക്കായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കൂടി വന്നപ്പോൾ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. 1 മണിക്ക് പോകണം. ഇന്ന് 1 മണിക്കാണ് ക്ലാസ്. അപ്പോൾ 12:40 12:45 ഞാൻ പോവും. ഞാനും ഉണ്ട്, പിന്നെ നന്ദു ഉണ്ട് കേട്ടോ. നമ്മുടെ നെയ്ബർ കുട്ടിയാണ് നന്ദു. അപ്പോൾ അവളുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇന്ന് പോവും. ഇന്നോട്ട് ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടിരിക്കണേ. പിന്നെ അരങ്ങേറ്റം നടത്തുമെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ വലിയ ഐഡിയ ഇല്ല. എനിക്ക് ആഗ്രഹമുണ്ട് നടത്തണമെന്ന്. അപ്പം അങ്ങനെ അപ്പം എൻ്റെ ഒരാഗ്രഹം കൂടി നിറവേറാൻ പോവുകയാണ്. അപ്പം അങ്ങനെ നമുക്ക് പറ്റുന്ന സമയത്താണല്ലോ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ പോണ വീഡിയോസും അവിടുത്തെ പറ്റില്ല, ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ ആ ചേച്ചിയുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, നല്ല ഹാപ്പിയാണ്. കാരണം എനിക്കൊരു സന്തോഷം, ഒരു പ്രത്യേക സന്തോഷമൊക്കെ ഉണ്ട്. ഇങ്ങനെ വീണ്ടും ഡാൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ നിർത്തി വെച്ചിട്ട് ഇപ്പം ഇത്രയും വർഷങ്ങളായി. എനിക്ക് തോന്നുന്നത് 9th നിർത്തിയപ്പോൾ 10th +1 +2 പിന്നെ ഒരു 5 വർഷം, ഒരു 8-9 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ പഠിക്കാൻ പോവുകയാണല്ലോ. അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ് നല്ലോണം ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വരാം. പോണ വഴിക്ക് ഞാൻ പറ്റാവുന്ന വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ എല്ലാ വീഡിയോസിലും ബാക്ക്ഗ്രൗണ്ട് ഇതായിരിക്കും, സെയിം പ്ലേസ് ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ വീട് ഒരു ചെറിയ വീടാണ്, പിന്നെ 2 ബെഡ്റൂമുള്ളൂ. ലൈറ്റ് പിന്നെയും ഇവിടെ ഇത്തിരി വെളിച്ചമുള്ളതും ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതാണ് എല്ലാത്തിലും സെയിം ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെറ്റാക്കും. ഭാവിയിൽ നമുക്കൊരു റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു പ്ലാനൊക്കെ ഉണ്ട് എൻ്റെ മൈൻഡിൽ. അതൊക്കെ നമ്മൾ ഭാവിയിൽ സെറ്റാക്കുന്നതാണ്. അതുവരെ നമ്മൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയില്ല, അതേമാതിരി നമ്മൾ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവും. അഡ്ജസ്റ്റ്മെൻ്റ് എന്നല്ല, എനിക്കിത് കുഞ്ഞു വീടാണെങ്കിലും ഞങ്ങളുടെ സ്വർഗ്ഗമാണിത്. നമുക്ക് വലിയ വീടുണ്ടായിട്ട് കാര്യമൊന്നുമില്ല, സമാധാനം സന്തോഷമാണ് ഏറ്റവും വലുത്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനത്തെ ഫുൾ എല്ലാ വീഡിയോയിലും ഓൾമോസ്റ്റ് ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോസിലും ഒക്കെ സെയിം ബാക്ക്ഗ്രൗണ്ടും സെയിം സെറ്റപ്പുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അതാണ് കാര്യങ്ങൾ. അപ്പം ഇനി വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് വരാം ഗൈസ്. പോയിട്ട് വരേ തരാം. അപ്പം ഞാൻ ഡാൻസ് പഠിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഡാൻസ് ടീച്ചറുടെ പേര് വിബിത എന്നാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഏഴാങ്കല്ല് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആണിപ്പോൾ പഠിക്കാൻ പോകണം കേട്ടോ. ടീച്ചർ വേറെയും കുറേ സ്ഥലങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്പർ മെൻഷൻ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ടീച്ചറിനെ വിളിച്ച് ചോദിച്ച് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു 1 hour കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ചിട്ടാട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഫസ്റ്റ് ഡേ അല്ലേ, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം കളിച്ച കാരണം കുറച്ച് സീനായിരുന്നു. വയ്യാണ്ടായി ഗൈസ്, ഇപ്പോൾ തിരിച്ചു വന്നോളൂ. കാലും കൈയൊന്നും പൊന്താത്ത മാതിരി പിന്നെ ചൂടുമല്ല അത് തന്നെ. പക്ഷേ ഫസ്റ്റ് ഡേ ആയിട്ട് എക്സ്പീരിയൻസ് കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ടീച്ചറാണെങ്കിലും കമ്പനിയാണ്,
എന്താ അങ്ങനെ നമുക്ക് പോകാൻ ഇൻട്രസ്റ്റ് തോന്നുമല്ലോ. അപ്പോൾ അടുത്ത ആഴ്ച പോകണം അങ്ങനൊരു തോന്നലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ തോന്നണമെങ്കിൽ നല്ലൊരു ടീച്ചറായിട്ട് വേണമല്ലോ. ഞാൻ അങ്ങനെ ഒരു സ്ഥലമായിരുന്നു തപ്പി നടക്കുന്നുണ്ടായിരുന്നത്. കാരണം എനിക്കിങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഞാൻ കുറച്ച് സ്ഥലത്തൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടെ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് പഠിക്കാൻ പോകുന്നതോട് ചോദിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞായിരുന്നു, അവിടെ ചേച്ചി ഇത്തിരി സ്ട്രിക്റ്റ് അടി എന്നൊക്കെ പറയും. എനിക്ക് അങ്ങനെയുള്ള സ്ഥലത്ത് പോവാനായിട്ടൊരു എന്താ പറയുക, എനിക്കിങ്ങനെ ഒരാഴ്ച അയ്യോ പോകണമല്ലോ എന്ന് വെച്ചിട്ട് പോകും. ഇതാകുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അടുത്ത ഞായറാഴ്ച ഡാൻസിന് പോകണ്ട അങ്ങനെ ഒരു ഇത് വയ്യാണ്ടായി. പക്ഷേ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസാണ്. ഇനി എന്തായാലും കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ബൈ.